ഭാരതത്തിന്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിലൊന്നാണ് രാമായണം. രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം. ഇത് കാവ്യരൂപത്തിലുള്ള ആദ്യത്തെ കൃതിയാണ്. വാൽമീകി മഹർഷിയാണ് ഇത് രചിച്ചത്. ഈ മഹത്തായ ഇതിഹാസത്തിലെ ഏതാനും ചില രംഗങ്ങൾ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു. Ramayana is one of the two epics of India. Ramayana means Journey of Rama. This is the first work in Kavya form and was composed by Valmiki Maharshi. A few words of this great epic are reenacted here. Ramayana, the war for love. Shri Rama Rama Raghurama Kosala Rama Abhirama Sita Vallabha Hare Rama Ravanandaga Jaya Rama Jaya Rama. ആദി കവി പാടി ആദ്യ കാവ്യം ചൊല്ലി ദിവ്യമഹായാന സപ്തമഹാകാണ്ഡം ദേവമാനവ ജന്മ ശ്രേഷ്ഠ രാമായണം 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 രാമായണം. കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിലെ രാജാവായിരുന്നു സൂര്യവംശജാതനായ ദശരഥൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാർ ഉണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടാകുവാൻ മുനികുമാരനായ ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടിയാഗം നടത്തിയതിന്റെ ഫലമായി കൗസല്യയിൽ പുത്രനായി രാമനും, കൈകേയിയിൽ ഭരതനും, സുമിത്രയിൽ ശത്രുഘ്നനും ലക്ഷ്മണനുമടക്കം 4 പുത്രന്മാർ ലഭിക്കുകയുണ്ടായി. रघुकुल रीत सदा चली आई, प्राण जाए पर वचन न जाए। ദശരഥ മഹാരാജാവ് തന്റെ 4 പുത്രന്മാരെ വിദ്യാഭ്യാസത്തിനായി വസിഷ്ഠ മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് അയക്കുകയും ഏതാനും വർഷങ്ങൾക്കു ശേഷം അവർ വേദങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് തിരിച്ചെത്തുകയും ചെയ്തു. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായപ്രകാരം രാമനെയും ലക്ഷ്മണനെയും മഹർഷിയോടൊപ്പം അയക്കുകയും തുടർന്ന് അവർ മിഥിലാപുരിയിലെ സീതാസ്വയംവരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ജനക മഹാരാജാവിന് ശിവൻ നൽകിയ ത്രയംബകമെന്ന വില്ല് പൊക്കുവാൻ ശക്തിയില്ലെന്ന് കണ്ട് സ്വയംവര മത്സരത്തിന് പങ്കെടുക്കുവാൻ വന്ന
മഹാവീരന്മാരായ രാവണനടക്കമുള്ള രാജാക്കന്മാരെല്ലാം സീതയെ വരിക്കണമെന്നുള്ള മോഹവും കളഞ്ഞ് നിരാശരായി മടങ്ങി. എന്നാൽ മിഥിലയിലെത്തിയ രാമൻ നിഷ്പ്രയാസം വില്ലൊടിച്ചതിനാൽ ജനകന്റെ വളർത്തുമകളായ സീത രാമന്റെ ധർമ്മപത്നിയായി തീർന്നു. ജന്മജന്മാന്തര പ്രണയമീ ബന്ധം രാമൻ സീത ചരിത്രമീ പ്രണയം പ്രകൃതിയും പുരുഷനും എന്നതുപോലെ നിഴലും ദേഹവും പോലീ പ്രണയം രാമനു നയനം സീതയു ദൃഷ്ടി രാമനു മേഘം സീതയു വൃഷ്ടി രാമ സീത രാമ സീത രാമ സീത രാമ രാമ സീത രാമ സീത രാമ രാമ സീത രാമ സീത രാമ സീത രാമ രാമ സീത രാമ സീത രാമ സീതയ്ക്കു രാമൻ എഴുതി ബ്രഹ്മൻ പൂർണ്ണതയെങ്ങും ചേരും നേരം സീതാദേവി കാണും നേരം എങ്ങും ശ്രീരാമരൂപം രാമ സീത രാമ സീത രാമ സീത രാമ രാമ സീത രാമ സീത രാമ രാമ സീത രാമ സീത രാമ സീത രാമ രാമ സീത രാമ സീത രാമ
രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തുടങ്ങുന്ന വേളയിൽ മന്ദര എന്ന സ്ത്രീയിൽ പ്രേരിതയായ കൈകേയി ദശരഥൻ തനിക്ക് നൽകിയ മുൻ വാഗ്ദാനമനുസരിച്ച് 2 വരങ്ങൾ ചോദിച്ചു. ഭരതനെ യുവരാജാവാക്കണമെന്നും രാമനെ 14 വർഷത്തേക്ക് കാട്ടിലയക്കണമെന്നുമായിരുന്നു ആ വരങ്ങൾ. രാമൻ തന്റെ അച്ഛന്റെ സത്യം പാലിക്കാനായി വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സീതയും ലക്ഷ്മണനും അനുഗമിച്ചു. രാമന്റെ അഭാവത്തിൽ ദശരഥൻ മരിക്കുകയും അവിടെ മടങ്ങി വന്ന ഭരതൻ ജ്യേഷ്ഠന്റെ മെതിയടി വെച്ച് പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ ഇവർ മൂവരും താമസിക്കുകയുണ്ടായി. പഞ്ചവടിയിൽ വസിക്കുന്ന കാലത്ത് രാമലക്ഷ്മണന്മാരെ പ്രണയാഭ്യർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണഖ 2 പേരും വിസമ്മതം പ്രകടിപ്പിച്ചതിന്റെ കാരണം സീതാദേവിയാണെന്ന് മനസ്സിലാക്കി അവൾ തന്റെ ഭീകരരൂപം പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയ സമയത്ത് ലക്ഷ്മണൻ അവളെ അംഗഭംഗപ്പെടുത്തി. ശൂർപ്പണഖയുടെ സഹോദരൻ രാവണൻ ഇതറിഞ്ഞ് പ്രതികാരമായി മാരീചനെ മാനിന്റെ രൂപത്തിൽ പഞ്ചവടിയിലേക്ക് അയച്ചു. भिक्षां देहि। नानु चतुर्दशक भुवन भयंकरनाद लंकेश्वर दशकंठ रावणा. കപടതന്ത്ര പ്രയോഗത്താൽ രാമനെ അകറ്റിയിട്ട് സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയി. അവിടെ അശോകവനത്തിൽ സീത രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് ദുഃഖിതയായി കഴിഞ്ഞുകൂടി. जटाटवी गलज्जल प्रवाह पावित स्थले कलेवलंब्य लंबितां भुजंग तुंग मालिकान्तमड्डमड्डमड्डमन्निनाद वड्डमर्वयं चकार चण्ड ताण्डवं तनोतु नः शिव शिवम्. जटाकटाह संभ्रम भ्रम निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि धगत् धगत् धगज्ज्वलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रति प्रतिक्षणं मम. मुझसा तेजस्वी योद्धा और प्रतापी, जिसकी भुजाओं का हर छोटा बड़ा बल मानता है, जिसके हुक्म को स्वयं इंद्र भी नहीं टालता है, मैं वो रावण हूं, रावण. राम को भूलो ये देखो रावण आया है, फैली सारी सृष्टि पर जिसकी छाया है. क्यों जपती हो राम राम तुम, क्यों लेती हो राम नाम तुम. राम राम का रटन जो ये तुमने है लगाया, सीता सीता तुमने राम में ऐसा क्या गुण पाया. കൂരിരുട്ടിൽ കാൽക്കുള്ളമ്പടെ ചുട്ടണക്കണ കാറ്റുരുന്നൊടെ വേട്ടയാടണതാരിതുപടെ എട്ടു ദിക്കിലും മാമണിയടെ കൂരിരുട്ടിൽ കാൽക്കുള്ളമ്പടെ ചുട്ടണക്കണ കാറ്റൊരു
ഒന്ന് പടേ ആസുരിക ഭരണത്തിൽ നിന്നും ലങ്കയെ മോചിപ്പിച്ച് സീതയെ വീണ്ടെടുക്കുവാനായി അന്തിമ യുദ്ധത്തിന് ശ്രീരാമചന്ദ്രൻ തയ്യാറെടുത്തു. ധാർമ്മിക യുദ്ധത്തിന് കരുത്തായി ഹനുമാന്റെ നേതൃത്വത്തിൽ വാനരപ്പടയും കൂട്ടായി ചേർന്നു. രാവണ നിഗ്രഹത്തിനു ശേഷം രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം അയോധ്യയിലേക്ക് യാത്രയാവുന്നു. रणधीरं राजसम् रुद्रधनुस्समसमान स्वधनुष्ठङ्कार भयं परंपरा